أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لله ملك السماوات والأرض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء ذكورا أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. ഏറെ ബഹുമാനാദരവുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസികൾ, പരമദയാലുവായ പടച്ചവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഏതാനും ഖുതുബകളിലൂടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട അല്പം വിശാലമായ കാര്യങ്ങളായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. കുടുംബജീവിതത്തിൽ തന്നെ ഏറ്റവും ആനന്ദകരവും അതിനേക്കാളുപരി അലങ്കാരവുമായി മാറുന്നത് യഥാർത്ഥത്തിൽ ദമ്പതികൾ മാത്രമല്ല, ദമ്പതികൾക്കുണ്ടാകുന്ന മക്കളാണ്. മക്കളില്ലാത്ത ഒരു ദമ്പതികൾ അവർക്ക് എന്തൊക്കെയോ ഉണ്ടെങ്കിലും, ഇഷ്ടംപോലെ പണമുണ്ട്, നല്ല വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഒരു ഭാര്യക്കും ഭർത്താവിനും മക്കളില്ലാതിരിക്കുക എന്ന് പറയുന്നു, അത് വല്ലാത്ത ഒരു പ്രയാസകരമായ കാര്യമാണ്. പലപ്പോഴും ഈ മക്കളുടെ വില മക്കളുള്ള ആളുകൾക്കും അല്ലാതെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അവർക്ക് ആ മക്കളുടെ ചില പ്രയാസങ്ങൾ, മക്കൾ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളായിരിക്കും സ്വാഭാവികമായും മാതാപിതാക്കളെ അലട്ടുന്നത്. യഥാർത്ഥത്തിൽ മക്കളില്ലാത്ത ഒരു മനുഷ്യന്റെ, ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനോബന്ധ അത് പറഞ്ഞറിയിച്ചാൽ കഴിയാത്തത്രയാണ്. കാരണം അവരുടെ പൗരുഷത്തെയാണ് ചോദ്യം ചെയ്യുന്നത്, ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. പലപ്പോഴും കുട്ടികളില്ലാത്ത അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്ന സ്ത്രീകളോട് അയൽപ്പക്കക്കാരായ സഹോദരിമാരും ബന്ധുക്കളായ സഹോദരിമാരും ചോദിക്കും, എനിക്കൊരു കുട്ടി ഉണ്ടായില്ലേ? അത് വല്ലാത്തൊരു ചോദ്യമാണ്. ആ ചോദ്യം അത് അവരുടെ ചെവികളിലേക്കല്ല സത്യത്തിൽ ആ ചോദ്യം പോയി തറക്കുന്നത്, അവരുടെ ഹൃദയത്തിലേക്കാണ്. ഇത് ഉള്ള ആളുകൾ, ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത്, മക്കളുള്ള ആളുകൾക്ക് ആ വികാരം, ആ ഫീലിംഗ് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് 8 or 10 ഒക്കെ വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ അവന്റെ പൗരുഷത്തെ, പുരുഷത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇത് വല്ലാത്തൊരു പ്രയാസമുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, ഇന്ന് ഏറ്റവും ലക്ഷക്കണക്കിന് രൂപയാണ് കുട്ടികളില്ലാത്ത ആളുകൾ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി അതിനു വേണ്ടി പണം മുടക്കുന്നത്. എത്രയും മുടക്കുന്ന ലക്ഷങ്ങളൊന്നല്ല, അതിനുള്ള ചില ഹോസ്പിറ്റലുകളുണ്ട്. ഈ ഹോസ്പിറ്റലിലൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ടെസ്റ്റുകൾക്കും അവർ കഴിക്കുന്ന മരുന്നുകൾക്കും ചിലവഴിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും വേണ്ടില്ല ഒരു കുഞ്ഞിക്കാലെന്നാണ്. ഞാൻ ഒരു കുട്ടിയുടെ ഉപ്പയാണ്, ഞാനൊരു കുട്ടിയുടെ ഉമ്മയാണ് എന്ന് പറയാനുള്ള മനസ്സിന്റെ അടങ്ങാത്തങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ടാണ് ഇത്രയും സാമ്പത്തികമായി
പൈസ മുടക്കാനും ആളുകൾ തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് മക്കൾ ഒരു അലങ്കാരം തന്നെയാണ്. സൂറത്ത് നമ്മൾ സാധാരണ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത് കഹ്ഫിൽ എന്ന് പറയുന്നത് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. മുതലും സന്താനങ്ങളും മക്കളും അതൊരു അലങ്കാരം തന്നെയാണ്. അത് നമുക്കൊരു അഭിമാനം തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. അപ്പൊ ഈ അലങ്കാരമാകുന്ന മക്കളെ ഇത് നൽകുന്നവൻ റബ്ബ. നമ്മുടെ റബ്ബിന് മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു രംഗാണ്. ഒരു ഭാര്യക്കും ഭർത്താവിനുമാണെങ്കിൽ ശാരീരികമായി ബന്ധപ്പെടാം എന്നതല്ലാതെ മക്കളെ നൽകുന്നവൻ പടച്ചോനാണ്. കാരണം പുരുഷൻ ശ്രമിക്കുന്ന ഇന്ദ്രിയത്തിൽ ലക്ഷക്കണക്കിന് ബീജങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ ബീജങ്ങളിൽ ഒരു ബീജം മാത്രമാണ് അണ്ടവാഹിക്കോയിലൂടെ പോയി അണ്ടവുമായി യോജിക്കുന്നത്. അതിലെന്നെ അതിന്റെ ആ തോതനുസരിച്ച് കൊണ്ട് അതിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന ബീജങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൗണ്ട് സാധാരണ എന്ന് പറയാം, അങ്ങനെ കൗണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഒരു ബീജം മതി കുട്ടിണ്ടാകാൻ. പക്ഷെ അതിന് ഇത്രയും 10,000-കണക്കിന് ബീജങ്ങൾ ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. മാത്രവുമല്ല ഈ ബീജങ്ങൾ തന്നെ സജീവമായ ബീജങ്ങളാവുമാണ്. ബീജങ്ങൾ ഉണ്ടായാൽ മാത്രം പോലെ സജീവമായ ബീജങ്ങൾ ഉണ്ടാവുമാണ്. ഇത് പടച്ചവന്റെ ഒരു അപാരമായ സൃഷ്ടിപ്പാണ് എന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്തിയ ആളുകൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല ഞാൻ ഓതിയ സൂറത്ത് ശൂറയിലെ 49-50 വചനങ്ങളിൽ ഈ കാര്യം നമ്മൾ എടുത്തു പറയുന്നുണ്ട്. നമ്മൾ നിസ്സായരാണ് മനുഷ്യരത്ത്. നിങ്ങളറിയാം, അറിയപ്പെടുന്ന ഡോക്ടർമാർക്ക് വരെ മക്കളില്ലാത്തവരുണ്ട്. അറിയപ്പെടുന്ന കേരളത്തിൽ പ്രസിദ്ധരായ ചില ഡോക്ടർമാർക്ക് മക്കളില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവർക്കുണ്ടാകുമായിരുന്നു. അള്ളവിടെ സൂറത്ത് ശൂറയിൽ കൃത്യമായി പറയാം, ആകാശഭൂമികളുടെ അധിപൻ പടച്ചവനാണ്, അധികാരം പടച്ചവനാണ്. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പെൺകുട്ടികളെ നൽകുന്നു. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആൺകുട്ടികളെ നൽകുന്നു. കണ്ടിട്ടുണ്ടോ? ചില ആളുകൾക്ക് ആൺകുട്ടികൾ മാത്രമായിരിക്കും, ചില ആളുകൾക്ക് എല്ലാം പെൺകുട്ടികളായിരിക്കും. ഇത് അവിടെ ഇണ ചേരുന്ന മാതാവിനോ പിതാവിനോ അതിലൊരു പങ്കുമില്ല. ഇനി ഉണ്ടാകുന്ന കുട്ടി ആൺകുട്ടി ആയിക്കോട്ടെ, ഇനി ഉണ്ടാകുന്ന കുട്ടി പെൺകുട്ടി ആയിക്കോട്ടെ എന്ന് നിശ്ചയിക്കാൻ ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് യാതൊരു പങ്കുമില്ല. ഖുർആൻ സൂചിപ്പിക്കുകയാണ്, ചില ആളുകൾക്ക് ചില ആളുകൾക്ക് പടച്ചോൻ ആണിനെയും പെണ്ണിനെയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി തരും. ഇത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ അള്ളാഹു ചില ആളുകളെ വന്ധ്യരാക്കി തീർക്കുകയും ചെയ്യും. ആണുങ്ങളുണ്ടാവും പെണ്ണുങ്ങളുണ്ടാവും. കുട്ടികൾ ഉണ്ടാകാത്ത രൂപത്തിൽ ഹക്കീം വന്ധ്യകളായി മാറും. ഇന്നഹു അലീമുൽ ഖദീർ, തീർച്ചയായും അള്ളാഹു ആവുന്നു അറിയുന്നവരും കഴിവുള്ളവരും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ സന്താനങ്ങളെ നൽകുക എന്ന് പറയുമ്പോൾ കുടുംബ ജീവിതത്തിൽ വളരെ ആനന്ദകരമായ ഒരു സംഗതിയാണ്. ഒരു മാതാവിന്റെയും പിതാവിന്റെയും അനന്തരമായി ആ തറവാടും കുടുംബവും നിലനിൽക്കണമെങ്കിൽ മക്കൾ ഉണ്ടാകണം. മക്കളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ബാലറ്റവൻ എന്നായിരുന്നു ജാഹിലിയ്യ കാലഘട്ടങ്ങളിൽ ആളുകൾ പറഞ്ഞിരുന്നത്. അത് വല്ലാത്തൊരു കുറച്ചിൽ തന്നെയാണ്. പക്ഷെ അതിന് നമുക്കൊരു നിയന്ത്രണമില്ല. പടച്ചവൻ നൽകുന്നതിലും പടച്ചവൻ എടുക്കുന്നതിലും നമുക്ക് നിയന്ത്രണമല്ല. നൽകുന്നതിൽ മാത്രമല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പടച്ചവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ തിരിച്ചു വിളിക്കുകയും ചെയ്യും, അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഗിരിശ്ശേരിയിലെ തൊട്ടടുത്തുള്ള നമ്മുടെ പുളിയക്കോട് നടത്താൻ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷാർജയിലെ ദുബൈയിലെ ഷെയ്ഖ് സായിദ് റോഡിലൂടെ ഒരു ഉല്ലാസം കഴിഞ്ഞ് രാത്രി അവർ കുടുംബസമേതം സഞ്ചരിക്കുകയാണ്. കുടുംബസമേതം സഞ്ചരിക്കുന്ന കാറ് ഭാര്യയും ഭർത്താവും മാറി മാറി ഓട്ടുകയാണ്. എന്താ സംഭവിച്ചത്? കാറ് പോയി ഇടിച്ചു. ആ കാറിൽ ഉണ്ടായിരുന്ന 5 ആളുകൾ മരണപ്പെട്ടു. അതിൽ 4 ആളുകൾ ആരായിരുന്നു അറിയോ? ആ മാതാവിന്റെയും പിതാവിന്റെയും 4 ആൺകുട്ടികളായിരുന്നുണ്ടായി. 5 കുട്ടികളാണ് അവർക്കുണ്ടായത്. 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടി മാത്രം രക്ഷപ്പെട്ടു. അവരുടെ വേലക്കാരിയും മരണപ്പെട്ടു. അപ്പൊ പടച്ചോൻ നൽകുന്നവൻ പടച്ചോനാണ്. അവൻ ചിലപ്പോൾ തിരിച്ചു വിളിക്കുന്നവരും അവൻ തന്നെയാണ്.
പടച്ചോൻ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ ബോധം വിശ്വാസികളായ സഹോദരന്മാരെ നമ്മളിൽ ഉണ്ടാകണം. അപ്പൊ അള്ളാഹു ചില ആളുകൾക്ക് ആൺകുട്ടികളെ നൽകും, ചില ആളുകൾക്ക് പെൺകുട്ടികളെ നൽകും, ചിലർക്ക് ഇടകലർക്കും തരും, ആൺകുട്ടികളും പെൺകുട്ടികളും തരും. ഇതിലൊന്നും നമുക്ക് വലിയ നിയന്ത്രണമല്ല. എന്നാ പെൺകുട്ടികളെ മാത്രം നൽകുന്ന ആളുകൾ നിരാശരാകണോ? അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾ പറയാം എനിക്ക് എല്ലാം പെൺകുട്ടികളെ തന്നെ, ഇങ്ങനെ ഒരു ചെറുതാക്കി പറയാം, ഓരോ നിരാശപ്പെടുത്തുന്ന സംസാരങ്ങൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? മൻ ആലാ ജാരിയതൈനി, ഒരാൾക്ക് 2 പെൺകുട്ടികളെ നൽകി. മറ്റൊരു റിപ്പോർട്ടിൽ 2-ലധികം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. 2 പെൺകുട്ടികളെ നൽകി. എന്നിട്ട് ആ 2 പെൺകുട്ടികളെയും അയാൾ ശരിക്ക് വളർത്തിക്കൊണ്ടുവന്നു, അവർ വിവാഹം ചെയ്തു കൊടുത്തു. ആ മനുഷ്യനെ കുറിച്ച് റസൂൽ അദ്ദേഹവും ഞാനും നാളെ പരലോകത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പെൺകുട്ടികളെയാണ് ഒരാൾക്ക് നൽകിയതെങ്കിൽ അത് നമ്മൾ നിരാശരാകേണ്ടതില്ല. പടച്ച തമ്പുരാൻ എന്തെങ്കിലും മാർഗങ്ങൾ നൽകിയിട്ടുണ്ടാവും, അതിൽ നമ്മൾ നിരാശരാകേണ്ട എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മള് മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാകും. പാരന്റിങ് ഇന്ന് അത് വലിയ ചർച്ചയാണ്. പാരന്റിങ് എങ്ങനെ നടത്തണം? മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. പാരന്റിങ് നടത്തുമ്പോൾ നമ്മൾ ഒരു വിവാഹം അന്വേഷിക്കുമ്പോൾ പോലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് എന്താ? വിവാഹാന്വേഷണം കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷമാണ് കുട്ടികളുണ്ടാകും. അപ്പൊ വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് പോലും നമ്മളോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? നിങ്ങൾ പെണ്ണന്വേഷിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിൽ ഏറ്റവും നല്ല മക്കളായി നിങ്ങളെ മക്കൾ മാറണമെങ്കിൽ, നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾ നല്ല മക്കളായി മാറണമെങ്കിൽ നല്ല ഉമ്മമാരുണ്ടാകണം ആദ്യം. അപ്പൊ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ആദ്യം കഴിക്കേണ്ട കാര്യമാണ് നല്ല ഉമ്മമാരെയാണ്, എന്ന് പറഞ്ഞാൽ നല്ല ഭാര്യയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ, തെരുവത്തിയതാക്ക, നീ പെണ്ണന്വേഷിക്കുമ്പോ നീ മതനിഷ്ഠയുള്ള പെണ്ണിനെയാണ് നീ കഴിക്കേണ്ടത്, വിവാഹം കഴിക്കേണ്ടത്. അതിന്റെ പേരിൽ നിനക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ആ മതചിട്ടയുള്ള പെണ്ണ് ഉണ്ടായിരിക്കും നല്ല ബോധമുള്ള കുട്ടികൾ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ വിവാഹം കഴിക്കേണ്ട സമയത്ത് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്, ചിന്തിക്കേണ്ട ഒന്ന് നല്ല സ്ത്രീയാണ്. സൗന്ദര്യമല്ല, തറവാടല്ല, മറ്റുള്ള കുലീനതയല്ല അവിടെ പാലിക്കേണ്ടത്. പ്രധാനമായും പരിഗണിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവിടെ ദീനി നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. പ്രവാചകനെ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇദാ ഖതബ ഇലൈക്കും മൻ തർദൗന ദീനഹു വ ഖുൽഖഹു, നിങ്ങളോട് മതനിഷ്ഠയുള്ള സ്വഭാവമുള്ള ഒരു മനുഷ്യൻ നിങ്ങളുടെ മകൾക്ക് വിവാഹം അന്വേഷണം നടത്തിയാൽ ഫസബ്ബിജു, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. അപ്പൊ ഭർത്താക്കന്മാരെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊക്കെ കുട്ടികളുണ്ടാവും. നമ്മളവിടെ ഓരോ വീട്ടിൽ കാറുണ്ടോ, 2 നില വീടുണ്ടോ, എത്രമാത്രം സ്വത്തുണ്ടോ, ഇത് മാത്രം നമ്മൾ നോക്കിയാൽ കുടുംബം ഇത് മുന്നോട്ട് പോവില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നല്ല മതനിഷ്ഠയുള്ള നല്ല സൽസ്വഭാവിയായ മനുഷ്യനാണെങ്കിൽ അവന് നിങ്ങൾ വിവാഹം അന്വേഷിച്ചാൽ നിങ്ങൾ അവന് വിവാഹം ചെയ്തു കൊടുക്കണം. പറഞ്ഞു, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ നോക്കണം. നമ്മളെ കല്യാണം കഴിക്കാൻ ചെറുപ്പക്കാരാലോചിക്കുക, കല്യാണം കഴിക്കാനുള്ള പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു വരനെ അന്വേഷിക്കുമ്പോ, ഒരു വധുവിനെ നമ്മൾ അന്വേഷിക്കുമ്പോ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നല്ല മതചിട്ടയും സ്വഭാവവും ഒക്കെ ഉള്ള മനുഷ്യരെയാണ് നമ്മൾ വിവാഹം ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരും. ഇത് നമ്മൾ കൃത്യമായി നോക്കണം. ഇണയാകാൻ പറ്റുമോ എന്നതല്ല ഞാൻ അടിവരട്ടുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. എനിക്ക് അല്ലെങ്കിൽ എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഇണയാകാൻ പറ്റുമോ എന്നതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവർക്കുണ്ടാകുന്ന മക്കളുടെ ഉപ്പയാകാൻ അയാൾക്ക് യോഗ്യതയുണ്ടോ? ശ്രദ്ധിക്കണം. ഉണ്ടാകാൻ പോകുന്ന മക്കളുടെ ഉപ്പയാകാൻ, ഉമ്മയാകാൻ ഈ കല്യാണം കഴിക്കണ പെണ്ണിനെ പറ്റൂലേ എന്നുള്ളതാണ്. എങ്കിലേ നല്ല പാരന്റിങ് നടത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് കൃത്യമായ ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല മക്കൾ ഉണ്ടാകാൻ, മക്കൾ ഉണ്ടായതിനു ശേഷമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കണ്ടതിനു ശേഷം പ്രാർത്ഥിക്കണം. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത് എന്താ? എനിക്കൊരു മകനെ തരണേ എന്നതല്ല.
എനിക്കൊരു മകനെ തരണേ, എനിക്കൊരു മകളെ തരണേ എന്നതല്ല നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത്. പിന്നെ എന്താ ഉണ്ടാകേണ്ടത്? നമുക്കൊരു നല്ല മകനെ നൽകണമേ. ഇതായിരിക്കും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നത്. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ പറയുന്നു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. കേട്ടോ, ദുർരിയതൻ പറഞ്ഞിട്ട് ആ പ്രവാചകൻ നിർത്തിയില്ല. പടച്ചോനെ എനിക്ക് നല്ലൊരു സന്താനത്തെ കൊണ്ടുവരണം. അവിടെ പറഞ്ഞു ത്വയ്യിബ, നല്ല മകനെ തരണം, നല്ല സന്താനത്തെ തരണം. അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ടത്, ഭാര്യയും ഭർത്താവും ഉമ്മയും ബാപ്പയും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താ? അള്ളാഹിനോട് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കണം, പടച്ചോനെ എനിക്കൊരു മകനെ കൊണ്ടാ എന്നല്ല, എനിക്കൊരു നല്ല മകനെ കൊണ്ടാ, എനിക്കൊരു നല്ല മകളെ കൊണ്ടാ, എന്നെ പറയിപ്പിക്കാത്ത, എന്റെ കുടുംബത്തെ പറയിപ്പിക്കാത്ത നല്ല ഒരു മകനെ നീ കൊണ്ടാ എന്നാണ് പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരും. മാത്രവുമല്ല, നമുക്കറിയാലോ, ഗർഭസ്ഥ സമയത്ത് ഒരു ഭാര്യ ഗർഭിണിയാകുമ്പോൾ ആ ഗർഭിണിയാകുന്ന സമയത്ത് പരിപാലിക്കേണ്ടതും അവർക്ക് സാന്ത്വനവും ആശ്വാസവും നൽകേണ്ടത് ആരാ? ഭർത്താവാണ്. പ്രധാനമായും ഭർത്താവാണ്. കാരണം ഇത് അത്ര ലളിതമായ ഒരു സംഗതിയല്ല. സുഖപ്രസവം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും, ഹോസ്പിറ്റലുകാർ പറയുമെങ്കിലും, ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത് അല്പം പ്രയാസമുള്ള പണി തന്നെയാണ് പ്രസവിക്കാറുള്ളത്. ഖുർആൻ സൂചിപ്പിക്കുന്നത് ഹമലതു ഉമ്മുഹു ഖുർആൻ വബദഅതുഹു ഖുർആന. ഖുർആൻ സൂചിപ്പിക്കുന്ന ആ പ്രസവം എന്ന് പറയുന്നത് അത് കുറച്ച് കെതിയുള്ള പണി തന്നെയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ആ ഭാര്യ ഗർഭം ചുമന്നിരിക്കുന്നത് പ്രയാസത്തിന്റെ മേലാണ്, പ്രയാസമാണ്. നമുക്കറിയാം, ആദ്യ സമയത്ത് ആദ്യത്തെ 2-3 മാസങ്ങളിൽ അത്ര തന്നെ പ്രയാസമില്ല എങ്കിലും പിന്നീട് വരുന്നത് പ്രയാസങ്ങളാണ്. സുഖകരമായി ഒന്ന് കിടക്കാൻ പോലും ഈ ഗർഭിണികളായ സഹോദരന്മാർക്ക് സാധിക്കൂല. അതാണ് ഖുർആൻ പറയുന്നത്, ഞെരുക്കത്തോടുകൂടി പ്രയാസത്തോടു കൂടി തന്നെയാണ് അവർ പ്രസവിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് ഭാര്യയും ഭർത്താവും ഉപ്പയും ഉമ്മയും ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി നന്നായി നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാളും പ്രാർത്ഥിക്കണം. ഖുർആൻ സൂചിപ്പിക്കാൻ സൂറത്ത് ആറാഫിലെ 189-ാമത്തെ വചനം, വലമ്മ തഖശാഹ ഹമലത ഹംലൻ ഖഫീഫ. അവർ രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു. ഹമലത ഹംലൻ ഖഫീഫ, അങ്ങനെ അവർ ആദ്യ കാലഘട്ടങ്ങളിൽ, ആദ്യ മാസങ്ങളിൽ നേരിയതായ ഗർഭം അവർ ചുമന്നു. ഫമറത് ബിഹി, പിന്നെ അവൾ നടന്നു. ഫലമ്മ അസ്കലത് ദഅല്ലാഹ റബ്ബഹുമാ. കണ്ടോ, അങ്ങനെ ആ മാസം 8ഉം 9ഉം ഒക്കെ ആവുന്ന സമയത്ത് വളരെ പ്രയാസകരമാണ്, അവർക്ക് ഭാരമായി തോന്നി. ആ സമയത്ത് ദഅല്ലാഹ റബ്ബഹുമാ, അവർ രണ്ടാളുടെയും രക്ഷിതാവിനോട് അവർ പ്രാർത്ഥിച്ചു. മാതാവും പിതാവും ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കണം, റബ്ബേ ഞങ്ങൾക്ക് തരാൻ പോകുന്ന കുഞ്ഞിനെ നീ നല്ലൊരു കുഞ്ഞാക്കി മാറ്റണമേ, ഞങ്ങൾ നന്ദിയുള്ളവരായി തീരും. സഹോദരന്മാരെ, സഹോദരികളെ, ഇതൊരു വലിയ പ്രോസസ് കൂടി നടന്നു പോകുന്ന ഒരു സംഗതിയാണ് എന്ന് ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം എന്നുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നവജാത ശിശുവിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ നവജാത ശിശുവിന് എന്തെല്ലാം പരിരക്ഷയാണ് ഇസ്ലാമിൽ നോക്കി നിങ്ങൾ. ആ ഒരു വിവാഹമോചിതയാണ് ഗർഭസ്ഥ സമയത്ത് പോണെങ്കിൽ പോലും ആ പെണ്ണിന് നൽകുന്ന, ആ കുട്ടിക്ക് നൽകേണ്ടുന്ന എല്ലാ ഉത്തരവാദിത്വവും വിവാഹമോചനം നടത്തിയാൽ പോലും ആ ഭർത്താവിന് ഉത്തരവാദിത്തമാണ്. അത്രയും കടമയാണ്. കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാം നൽകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നവജാത ശിശുവിന് കിട്ടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ? മുലപ്പാലാണ്. ഇന്ന് ആധുനിക കാലഘട്ടങ്ങളിൽ മുലപ്പാല് നൽകുന്ന ദിനമായി, ഒരു കൊല്ലത്തിൽ ഒരിക്കൽ മുലപ്പാല് നൽകുന്ന ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഖുർആൻ കൃത്യമായി പറഞ്ഞു, വൽ വാലിദാതു യുർലീന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അതാറല്ലാ. 2 വർഷക്കാലം ഒരു കുട്ടിക്ക് മുല കൊടുക്കേണ്ടതുണ്ട്, പാല് കൊടുക്കേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന. ഇവിടെ നമ്മൾ പുരുഷന്മാരും ശ്രദ്ധിക്കണം, പെൺകുട്ടികളും ശ്രദ്ധിക്കണം. ഈ 1 വർഷത്തിനിടയിൽ തന്നെ പ്രസവം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇസ്ലാം അങ്ങനെ ഒരു പ്രോത്സാഹിപ്പിച്ചൊരു സംഗതിയല്ല. നമ്മളെ ചില ചെറുപ്പക്കാർക്കൊന്നും ഇതിന്റെ ബോധമല്ല. ഒരു 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും പ്രസവിക്കാം. അങ്ങനെ ആകുമ്പോഴാണ് ഈ കുട്ടിക്ക് മുലപ്പാൽ കിട്ടൂല. മുലപ്പാൽ കിട്ടണം, കാരണം ആ കുട്ടിക്ക് പടച്ചതമ്പുരാൻ നൽകിയിരിക്കുന്ന അവകാശമാണ്. ആ അവകാശം നമ്മൾ ഭർത്താക്കന്മാരും ഭാര്യമാരും ഹനിക്കാൻ പാടില്ല. ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്, വൽ വാലിദാതു, ഉമ്മമാര്
അവർ അവരുടെ കുട്ടികൾക്ക് അവർ നൽകണം, മുലയൂട്ടണം. ഒരു കൊല്ലത്ത് തന്നെ ഗർഭിണിയായാൽ എന്താവും? ഗർഭിണിയാവുന്നത് കൂടി മുലപ്പാല് പറ്റും. അപ്പൊ ആ കുട്ടിക്ക് പാല് കിട്ടാതെയാവും. വളരെ കൃത്യമാണ് അള്ളാഹു ഈ പഠിപ്പിക്കുന്നത്. നവജാത ശിശുക്കൾ വളർന്നു വരുന്ന കുട്ടിക്ക് പോലും കിട്ടേണ്ടുന്ന അമ്മിഞ്ഞ പാല് നിഷേധിക്കപ്പെടാൻ പാടില്ല. ഇത് കൃത്യമായിട്ടുള്ള ബോധം നമ്മളിൽ ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരു നവജാത ശിശുവിനെ പ്രസവിച്ചു കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴത്തിന്റെ ഒന്ന് കടിച്ചു ചമർത്ത് അതിന്റെ ആ നീര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയുടെ വായിലാക്കിയത് ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളത്. അതുപോലെ തന്നെ തേനുമാണെങ്കിൽ നൽകാം കുട്ടികൾക്ക്, ഒരു ഇറ്റുവാണെങ്കിൽ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ചേലാകർമ്മമാണ്. ആൺകുട്ടികളാണെങ്കിൽ ചേലാകർമ്മം. ഏറ്റവും നല്ലത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ആ കുട്ടിയുടെ 7ാം നാളിൽ അത് ആ കർമ്മം നിർവഹിക്കലാണെന്നാണ്. 7ാം നാളിൽ. ഇത് പണ്ട് കാലഘട്ടങ്ങളിൽ എന്താണ് അത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇത് ആദ്യം തുടങ്ങിയത്. ജാഹിലിയ്യ കാലഘട്ടങ്ങളിലും ജൂതന്മാരിലും അന്നും ഇന്നും നിലനിന്നിരുന്ന ഒരു കർമ്മമാണ് ചേലാകർമ്മം. പുരുഷന്മാരുടെ കുട്ടികളുടെ ചേലാകർമ്മം എന്നുള്ളത്. ഇത് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടികളായ 7ാമത്തെ നാളിലായിരുന്നു ചേലാകർമ്മം നിർവഹിക്കപ്പെട്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും അധികം വൈകാതെ ഈ കർമ്മം നിർവഹിക്കലാണ് പ്രകൃതിക്ക് യോജിച്ചതെന്നും പ്രകൃതിയുടെ മനുഷ്യ ശരീരത്തെ അറിയാവുന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഈ ചേലാകർമ്മം എന്ന് പറയുന്നത് നല്ല ഒരു കാര്യമായി വിശദീകരിക്കുന്നുണ്ട്. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും ഇന്ന് പല അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ചേലാകർമ്മം നടത്തുന്നുണ്ട് എന്നുകൂടി ഇത്തരണത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ 7ാം നാളിൽ മുടി കളയിൽ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ സാധിക്കും. കുട്ടിക്ക് 7ാമത്തെ ദിവസം മുടി കളയും. അതുപോലെ തന്നെ ബലികർമ്മം, നമ്മളെ അഖീഖ എന്ന് പറയുന്നത് അറുക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മള് പറയാതെ പോകാൻ പറ്റാത്തൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഖീഖ അറുക്കുക എന്നുള്ളത് ഒരു സുന്നത്തായ കാര്യമാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ 7ാം ദിവസം മുടി കളയും അഖീഖ അറുക്കുകയും ചെയ്യും. ഈ അഖീഖ അറുക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി കഴിവുള്ള ആളുകൾക്ക് പറ്റാവുന്ന ഒരു സംഗതിയാണ്. നമ്മൾ കടം വാങ്ങിയിട്ടും നമ്മുടെ ദുരഭിമാനത്തിന് വേണ്ടിയിട്ടും അങ്ങനെ ഒരു കർമ്മം നിർവഹിക്കേണ്ടതില്ല. ഇന്ന് നമ്മുടെ സമൂഹം ദുഃഖകരമെന്ന് പറയട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇല്ലെങ്കിലും അത് ഉണ്ടാക്കി, അതിന് പണം ഉണ്ടാക്കി, അതിന് വലിയ കന്നിന വാങ്ങി, ചില ആളുകൾ ഒന്നൊന്നല്ല 2 കന്നൊക്കെ വാങ്ങും. ഒരു വലിയൊരു പിന്നെ ഒരു ആടിനെയൊക്കെ വാങ്ങിയിട്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അറുക്കുന്നില്ല ഒരു കർമ്മമല്ല കുട്ടികളുടെ മുടികാഴ്ചയിലില്ല അഖീഖ. കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഈ അഖീഖയിൽ ആളുകളെ ബോധ്യപ്പെടുത്തുക. കാരണം എന്താ, നമ്മളൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കല്യാണം കഴിച്ച വീട്ടിലത്തെ ജ്യേഷ്ഠത്തിന് നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ആ ജ്യേഷ്ഠത്തിന്റെ കുട്ടിന്റെ മുടികാഴ്ച ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് തോന്നുകയാണ് അവിടെ ജ്യേഷ്ഠത്തിന്റെ കുട്ടിന്റെ മുടികാഴ്ചന് പോത്തിനർത്തിനി അല്ലെങ്കിൽ കാളനർത്തിനി, അപ്പൊ നമ്മളെ നടക്കാൻ ഞാൻ മോശമല്ലേ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംഗതി ഒരു മോശമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ ആ പണം ചെലവാക്കണ്ട. ഒരു പുണ്യവും അത് കിട്ടില്ല. അത് മാത്രം ഇസ്ലാമിൽ ഒരു ആരാധനാ കർമ്മവും, അത് മാത്രമല്ല ഏത് ആരാധനാ കർമ്മവും ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ നയാ പൈസന്റെ കൂലിയെ പഠിപ്പിക്കില്ല. ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരു കാര്യം നമ്മൾ തീരെ ചെയ്യേണ്ടതില്ല. നിസ്കാരം, നോമ്പ് എല്ലാം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അല്ലാഹ് പറഞ്ഞില്ലേ. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ചിലരൊക്കെ പണ്ടം വെച്ചിട്ടും പണയം വെച്ചിട്ടും ലോൺ എടുത്തിട്ടൊക്കെ അഖീഖ അറുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളിതൊക്കെ മാറണം. എന്നാ ഇത്തരം ആളുകള് ബലിപെരുന്നാളിന് ഒരു കന്നിനറുക്കാൻ പറഞ്ഞാൽ ഒരില്ല, ഒരു കന്നിനറുക്കണ്ട, എന്നാ ഒരു ഷെയർ ചേരാൻ വേണ്ടി ചോദിച്ചാലോ അതിനോട് ചോദിക്കില്ല. എന്താണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്? എന്തിനാ നമ്മൾ ഈ ആളുകളെ കാണിക്കാൻ ഈ നാമൂസായിട്ട് നടത്തി കൊടുക്കുന്നത്? ഞാൻ തുറന്ന് പറയാണ്, അള്ളാന്റെ റസൂലും അള്ളയും നമ്മളോട് കഴിയാത്തൊരു കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് കയ്യെങ്കിൽ ചെയ്യാം, കഴിയൂലെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യേണ്ടതില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതിന് തന്നെ നമ്മള് സാധാരണ ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഉദൂയത്തിന്റെ ബലിമൃഗത്തിന് എന്തൊക്കെയോ നിബന്ധനകളുണ്ടോ ആ നിബന്ധനകൾ തന്നെയാണ്
അക്കീകക്കും ഉള്ളത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മാത്രമല്ല, ഇനി നമുക്ക് ആ സമയത്ത് കഴിയൂലാന്ന് കേൾക്കാം. നമുക്കൊരു കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ചപ്പോൾ നമ്മളെ സാമ്പത്തികം നമ്മൾ അനുവദിക്കുന്നില്ല എങ്കിൽ പിന്നീട് ഇറക്കാം. കടം വാങ്ങി ഇറക്കണ്ട, ലോൺ എടുത്ത് ഇറക്കണ്ട, നമ്മൾ വേറെ ആളെ ബോധിപ്പിച്ചാൽ വേണ്ടി ഇറക്കണ്ട. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അത് പുണ്യകരമല്ല, നമ്മുടെ മുതലാണ് പോയി കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തിരുന്നത് ഒരു ആടയും ഓരോ ആടില്ലായി. പ്രവാചകൻ ഹദീസുകളിലൊക്കെ കാണുന്നതാണ്. വലിയ ഉരുവിനടുക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ചെയ്യാം. പക്ഷെ റസൂലുള്ളാഹിയുടെ മാതൃക പ്രവാചകന്റെ പേരക്കുട്ടികൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും ഓരോ ആടിനെ നമ്മൾ അറുത്തിരുന്നതാണ്. അപ്പൊ നമുക്ക് തോന്നും ആടിനെ അറുത്താൽ ആർക്കപ്പം കൊടുക്കാൻ പറ്റുക? നമ്മളെ കുടുംബക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല, ബന്ധുക്കൾക്ക് തന്നെ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്താൽ മതി, അതിനെ കൊടുത്താൽ മതി. നമുക്ക് തന്നെ ആളുകൾ ഇന്നങ്ങൾ വലിയ ഒരു ആടിനെ കൊണ്ടു നടത്താൻ തന്നെ നമുക്ക് കൊടുക്കാൻ ആളുകൾ കൊടുക്കാൻ കഴിയുമോ? കഴിയൂല. അപ്പൊ ഇതൊരു മതപരമായ ഒരു ആരാധനാ കർമ്മമാണ്. ആ ആരാധനാ കർമ്മം എങ്ങനെയാണോ അള്ളയും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞത് അങ്ങനെ ചെയ്താൽ മതി. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇനി ആടുകൾ അറുത്തല്ല, മാടുകൾ അറുക്കാൻ കഴിയുന്ന അർത്ഥോട്ടെ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി കാണിച്ചു തന്നത് ആടുകളെ അറുത്തുകൊണ്ടായിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ പേരിടണം. ഇതിപ്പോ നമ്മൾ പറയേണ്ട ഒരു സാഹചര്യത്തെയാണ്. എന്താ കുട്ടികൾക്ക് പേരിടുക? അത് 7ാമത്തെ ദിവസം പേര് വിളിക്കാത്ത പ്രവാചകന്റെ ഹദീസിൽ കാണാൻ സാധിക്കും. ആശുപത്രിയിൽ നിന്നൊക്കെ ആണെങ്കിൽ അതിന് മുമ്പ് തന്നെ പേരിട്ടാണ് ഏറ്റവും നല്ലത്. കാരണം ആശുപത്രിയിൽ അവിടെ റിസർച്ച് ചെയ്യണമെങ്കിലും അവിടെ കമ്പ്യൂട്ടറിൽ കയറ്റണമെങ്കിലും ഒക്കെ ആ പേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുക. SIR-ലൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ പേരുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നമ്മളെ കുട്ടികൾക്ക് കിട്ടുന്ന പേരും ഉപ്പാന്റെ പേരും ഉമ്മാന്റെ പേരും സ്പെല്ലിങ് തെറ്റാതെ കൃത്യമായി പറഞ്ഞു കൊടുക്കാനുള്ള ബോധം നമുക്ക് ഉണ്ടാകും. അതിന്റെ ഭവിഷ്യത്തുകൾ അപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ലോജിക്കൽ പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പൊ പലതും തള്ളിയത്. കാരണം മാപ്പാന്റെ പേരിന്റെ കൂടെ ഒരു അക്ഷരം ഉണ്ടാവില്ല, അലിമാന്റെ പേരിന്റെ കൂടെ ഒരു അക്ഷരം ഉണ്ടാവില്ല, മകന്റെ പേരിന്റെ കൂടെ അല്ലേ ആധാരത്തെ പേരല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇക്കാലഘട്ടങ്ങളിൽ സ്കൂളിൽ ചേർക്കുന്ന സമയത്താണെങ്കിലും ഹോസ്പിറ്റലുകളിൽ കുട്ടികളുടെ പേരിടുന്ന സമയത്താണെങ്കിലും നമ്മൾ അതൊക്കെ ഇപ്പൊ അങ്ങനെ നടന്നോളൂ. അങ്ങനെ വിചാരിക്കേണ്ട ഒരു കാലഘട്ടമല്ല. അതിന് പിന്നിൽ ഒരുപാട് നടത്തങ്ങൾ നമ്മൾ നടക്കേണ്ടത്. അതുകൊണ്ട് നല്ല പേരിടുക. നല്ല പേരിടുക എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും തുദ്വാഉന യൗമൽ ഖിയാമ ബി അസ്മാഇകും. നാളെ പരലോകത്ത് നിങ്ങളുടെ പേര് വിളിച്ചുകൊണ്ടായിരിക്കും അല്ലാഹു നിങ്ങൾ വിളിക്കുക. വബി അസ്മാഇ ആബായിക്കും, നിങ്ങളുടെ ഉപ്പമാരുടെ പേര് പറഞ്ഞുകൊണ്ട്. ഫഅസിനു അസ്മാഅകും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല പേരിടുക. ചില പേര് കേട്ടാൽ ആൺകുട്ടികളുടെ പേരാണോ പെൺകുട്ടികളുടെ പേരാണോ എന്നറിയില്ല. ചില പേര് കേട്ടാൽ അയാൾ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നറിയില്ല. അങ്ങനത്തെ പേരുകൾ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെയൊക്കെ ഭവിഷ്യത്തുകൾ പ്രയാസങ്ങൾ എത്രയെന്നറിയോ? കൃത്യമായി ഒരു ബോധം നമുക്കുണ്ടാകണം. കുട്ടിക്ക് നല്ല പേരിടണം. പലപ്പോഴും എന്താ പറയുക, ഭർത്താവിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും ഭാര്യന്റെ പേരിന്റെ ആദ്യ അക്ഷരവും കുട്ടി ചേർത്തിട്ട് ഒരു ഒച്ച, ഒരു ശബ്ദം മാത്രം. ഡിക്ഷണറി ഒക്കെ പോയി ചോദിച്ചാലും അതിനൊരു അർത്ഥം പാടില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു വെറൈറ്റി എല്ലാവരും അന്വേഷിക്കണം. എന്താ 1001 പേരുള്ള പുസ്തകം അവരെ കയ്യിൽ കിട്ടിയാലും ഒരു വിളിച്ചു ചോദിക്കും, ഇങ്ങനെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, മകള് പ്രസവിച്ചിട്ടുണ്ട്, മൗലവി നല്ലൊരു പേര് വന്നേ. ബുക്ക് 11,000-ന്റെ പേരുള്ള ബുക്ക് അയാളെ കയ്യിലുണ്ട്. ഈ പേരൊന്നും പറ്റൂല. എന്നിട്ട് എന്തെങ്കിലും ഒരു പേര് അർത്ഥമില്ലാത്ത മലയാളത്തിലെ, നമ്മൾ മലയാളികളാണ്, മലയാളത്തിൽ തെറ്റുകൂടാതെ സ്പെല്ലിംഗ് തെറ്റാതെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാവുന്ന നല്ല ഒരു അർത്ഥമുള്ള പേര് അത് നമ്മൾ ഇടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അത് കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആലോചിക്കല്ലോ. ആ കുട്ടിയാണ് ഇന്ന പേര്, ഇപ്പൊ കുട്ടിയാണ് ഇന്ന പേര്. പ്രസവിച്ചിങ്ങനെ അവിടെ ഇങ്ങനെ ആ ലേബർ റൂമിന്റെ മുന്നിൽ വെച്ചിട്ട് വിളിക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂൽ പറഞ്ഞ നല്ല പേരുകളിൽ ഇന്ന അഹബ്ബ അസ്മാഇകും ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. ഒരു ഹദീസിൽ അങ്ങനെ പറയുന്നു. അബ്ദുള്ളയാണ് ഏറ്റവും നല്ല പേര്, പിന്നെ അബ്ദുറഹ്മാനാണ്. ഇപ്പൊ നല്ല പേരില്ല, അർത്ഥമുള്ള പേരില്ല. ഇപ്പൊ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു മകളുണ്ടായിരുന്നു. ആ മകളുടെ പേര് ആസിയ എന്നായിരുന്നു. ആസിയ എന്ന് പറഞ്ഞാൽ ധിക്കാരി എന്നാണ് അതിന്റെ അർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പേര് കേട്ടപ്പോൾ പ്രവാചകൻ തിറ്റി കൊടുത്തു, അവൾ ആസിയ അല്ല,
അവർക്ക് ജമീല എന്ന പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടു. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ നല്ല പേരുകൾ ഇടാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ പരമാവധി നമ്മളെ മക്കളാണ് എന്ന് മനസ്സിലാക്കണം. അവർക്ക് ആ പേര് കൊണ്ട് അഭിമാനം തോന്നണം. എന്റെ പിമ്മ ഇട്ട പേര് നല്ല പേരാണ്. പിന്നെ പേര് മാറ്റാനൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനക്കറിയേ മാറ്റുക ചെയ്യാം. അപ്പൊ നമ്മൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ മക്കൾക്ക് നല്ല പേര് ഇട്ടുകൊണ്ട് നിന്ന് നമ്മൾ ആ കർമ്മം നിർവഹിക്കാൻ കൂടി കുടുംബജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പൊതുവെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്നത്. അതുമായി പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ നവജാത ശിശുക്കളുടെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇക്കാമത്തും കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായം നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഹദീസുകളൊന്നും സ്വീകാര്യമായ ഹദീസുകളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതങ്ങനെ നടക്കുമെന്ന് മാത്രം. ഏതായാലും ഈ കാര്യത്തിൽ പരമാവധി പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക.